അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവുകയാണ്. UGS ഗ്രൂപ്പിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ അജിത് പാലോട്ട് 24-നോടൊപ്പം ചേരുകയാണ്. നഗരങ്ങളിൽ മാത്രം കണ്ടുപരിചയിച്ച ഒരു നൂതനമായ ബാങ്കിംഗ് സേവനം ഗ്രാമീണ മേഖലകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UGS ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം UGS ഗ്രൂപ്പ് MD ശ്രീ അജിത് പാലാട്ട്. വെൽക്കം സർ. ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പോൾ സജീവമായി അപ്പോൾ രാഷ്ട്രീയ ആലോചന മനസ്സിലുണ്ട്, പുറത്തു പറയത്തില്ലായിരുന്നു. വ്യക്തിപരമായിട്ടുണ്ട്, പുറത്തു പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ SKN ഫോർട്ടിൽ ലഹരി യാത്രയ്ക്ക് ഒന്നപ്പോൾ കണ്ടു. അത് കഴിഞ്ഞ് കലോത്സവത്തിൽ ആണെന്ന് തോന്നുന്നു കണ്ടു. അപ്പോൾ കാര്യങ്ങൾ ഗംഭീരമായി ഉഷാറായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്ന കാര്യത്തിലേക്ക് ആദ്യം കിടന്നാലോ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിന്റെ പുതിയ ലോൺ സ്കീമിന്റെ ലോഞ്ചിങ്ങിലേക്ക് നേരിട്ടും കിടക്കാം. സ്വർണം ഒരു അമൂല്യനിധിയാണ്. ഒപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. സാറേ, നാളെയാണ് വീടിന്റെ പ്ലാസ്റ്ററിങ്. ഇന്ന് മുഴുവൻ പൈസ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നാളെ പണി നിർത്തേണ്ടി വരും കേട്ടോ. നിങ്ങളുടെ സ്വർണം എത്ര ചെറുതുമായിക്കോട്ടെ, അതിന് ലഭിക്കാവുന്ന ഏറ്റവും കൂടുതൽ മൂല്യം UGS ഉറപ്പു നൽകുന്നു. സ്വർണം എന്നും ഒരു തുണയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തണലാവുന്ന തുണ. മോള് UK തന്നെ പഠിക്കുക. തലമുറകളായി നമ്മുടെ കുടുംബത്തെ കാത്ത ഈ സ്വർണം ഇനി മോളുടെ ഭാവി സുരക്ഷിതമാക്കട്ടെ. UGS ഗോൾഡ് ലോണിന്റെ ഏറ്റവും വലിയ മേന്മയും അതാണ്. കുടുംബങ്ങൾ ഹൃദയത്തോട് ചേർത്ത വിശ്വാസം. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. അപ്പോൾ ഒരു വഴിയുണ്ട് എന്നാണ് നമ്മുടെ ടാഗ്ലൈൻ. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ചക്രവാളങ്ങൾ അങ്ങനെ വികസിക്കുകയാണ്. 2020 തുടങ്ങിയതാണ്. എങ്ങനെയാണ് വളർച്ചയുടെ വഴികൾ? 2020 ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമായിട്ട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സ്റ്റാർട്ട് ചെയ്തതാണ്. പ്രീവിയസ് ബാങ്കിങ് നോൺ ബാങ്കിങ് എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 2020 കോവിഡും പ്രളയമൊക്കെ ആയിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ എല്ലാ സെഗ്മെൻറ്റ്സും ആകെ സാമ്പത്തികമായി ക്രൈസിസ് നേരിടുന്ന ഒരു സമയമാണ്. സോ ആ സമയത്ത് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് വരിക എന്ന് പറയുന്നത് പലരും ഒരുപാട് നെഗറ്റീവ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഡിസ്കറേജസൊക്കെ ചെയ്യാൻ നോക്കി. പക്ഷേ ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് വെച്ച് നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ ടീമിൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു ഡിസിഷനായിരുന്നു എന്ന് കഴിഞ്ഞ ഒരു 6 വർഷം പുറകിലോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഒരുപക്ഷെ കോവിഡ് സമയം എല്ലാവരും ബാധിച്ചതാണ്. നഗരമേഖലയെ ബാധിച്ചു. നഗരമേഖലയിൽ കൂടുതൽ ശ്രദ്ധ പോയി. എനിക്കൊന്ന് ഗ്രാമീണ മേഖലയിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ടു. എനിക്കൊന്നു ആ ചിന്തയാണോ ഒരുപക്ഷെ റൂറൽ എംപവർമെന്റ് എന്നതിലേക്ക് ഒരു ആലോചനയ്ക്ക് പോയത്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഈ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ ഏതൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഏതൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു നെയിം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അങ്ങനെയാണ് ഈ അർബൻ ഗ്രാമീൺ എന്ന് പറയുന്നൊരു പേര് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം. പ്ലസ് സൊസൈറ്റി, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സൊസൈറ്റികൾക്കൊരു പ്രത്യേക ആക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം പ്രധാനപ്പെട്ട എല്ലാവരും ലെൻഡിങ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. കാരണം റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, ഷോപ്പുകളാണെങ്കിലും ബാക്കി എല്ലാ മേഖലകളാണെങ്കിലും അവർക്കൊക്കെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ഒക്കെയാണ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഡിപ്പെൻസ് അപ്പോൺ അവരുടെ സർവീസ് അനുസരിച്ച് സെഗ്മെൻറ്റ്സ് അനുസരിച്ചിട്ട് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം അന്ന് അത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറുകിട കച്ചവടക്കാരെയും വ്യാപാരികളെയും അതുപോലെ നല്ല രീതിയിലുള്ള കസ്റ്റമറെയൊക്കെ നമ്മൾ നല്ലതായി ട്രീറ്റ് ചെയ്തു. അവർക്കൊക്കെ നമുക്ക് ചെറുതാണെങ്കിലും നല്ല രീതിയിൽ ലെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരുടെ നീഡ് മനസ്സിലാക്കി സെല്ല് ചെയ്യാനൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് നമുക്ക് പിന്നീട് കിട്ടിയ ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു ഔട്ട്ലെറ്റ് വന്നപ്പോഴേക്കും എനിക്ക് ചേച്ചി ചായ തന്നു. ഗംഭീര ചായ ആയിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞു സൂപ്പർ ചായ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് പരിചയപ്പെട്ടു. അപ്പോൾ ചേച്ചി ആ സ്ഥലക്കാരി തന്നെ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെ ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത് ഇവിടെയുള്ള ആൾക്കാർ കൂടുതലാണ്, സ്ത്രീകളാണ് കൂടുതലൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ തന്നെയാണോ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പ്രദേശവാസികളൊക്കെയാണ് കൂടുതൽ? അതെ, ഏറ്റവും കൂടുതൽ നമുക്കറിയാം പ്രാദേശികമായിട്ട് ഒരു
നമ്മുടെ ഓരോ ബ്രാഞ്ചിനടുത്തും ചുറ്റുപാടുള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മുടെ സ്റ്റാഫുകളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും നമുക്ക് അവിടെ ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നതിനും നമുക്ക് നല്ല രീതിയിൽ ബിസിനസ്സിലേക്ക് അഗ്രസീവായിട്ട് ബിസിനസ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വിമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ കൂടുതൽ പ്രൊഡക്റ്റീവാണ്, അതുപോലെ കൂടുതൽ ലോയലാണ്, അല്ലെങ്കിൽ അതെ നല്ല പേഷ്യൻസ് ഉള്ള ആളുകളാണ്, അതുപോലെ റെസ്പോൺസിബിൾ ആണ്. തീർച്ചയായിട്ടും അതൊക്കെ സ്ഥാപനത്തിന്റെ വളർച്ചയെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഫാമിലി UGS എന്ന് പറയുന്ന ഒരു ഫാമിലിയാണെന്ന് പറയാം. അപ്പോൾ എന്താണ് അടുത്ത ഇനിഷ്യേറ്റീവ്? എന്താണ് നമ്മുടെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്ത സംരംഭത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? UGS ഗോൾഡ് ലോൺ 2026 ഞങ്ങളുടെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് ഈ പറയുന്ന പാൻ ഇന്ത്യൻ താരം തൃഷ കൃഷ്ണനെ നമ്മുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അത് സക്സസ് ആയി നമ്മൾ ചെയ്തു. അടുത്തത് തമിഴ്നാട് നമ്മൾ ഓൾറെഡി ബ്രാഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് പെട്ടെന്ന് തമിഴ്നാട് മൊത്തം എക്സ്പാൻഷൻ ചെയ്യുക, അതുപോലെ കർണാടക, മഹാരാഷ്ട്ര, അവിടെയൊക്കെ ഇപ്പോൾ പ്രസൻസ് മാത്രമാണുള്ളത്. വളരെ വലിയ രീതിയിലുള്ളൊരു എക്സ്പാൻഷനാണ് UGS 2026 പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ബിസിനസ്സിന് കൃഷ്ണൻ വന്നതും നല്ല രീതിയിൽ ബിസിനസ്സിൽ UGSന് അഡ്വാൻറ്റേജ് ചെയ്യും. അതോടൊപ്പം ഈ പറയുന്നൊരു പ്രസൻസ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രസൻസും നമുക്ക് ബിസിനസ്സിന് നല്ല രീതിയിൽ പോസിറ്റീവ് ആവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ടീമും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും സയ്യിദ് പാലോട്ട്. അപ്പോൾ അവിടുത്തെ ചായ ഒന്ന് ചോദിച്ചോണ്ട് അന്വേഷണം. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ചായ കുടിക്കാം. പാലക്കാട് വരുമ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ഷുവർ. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.